ജെറുസലേമിൽ ശിമയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനുമായിരുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ഒരു വാക്ക് മറക്കല്ലേ, പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, ഭയങ്കര പ്രത്യാശയായിരിക്കും. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തി എല്ലാത്തിനും നെഗറ്റീവ്, നിരാശ, ഒന്നും ശരിയാവൂല, ഒന്നും നടക്കൂല, നീ അതിന് പോകണ്ട, നീ പോയിട്ട് നിനക്ക് എന്നാ കിട്ടാനാ. പരിശുദ്ധാത്മാവുള്ള വ്യക്തി പ്രതീക്ഷയുള്ളവനായിരിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. അവൻ മാർക്കറ്റിലേക്ക് പോയെന്നല്ല, ദൈവീകമായ പ്രേരണയാൽ അവൻ ദേവാലയത്തിൽ വന്നു. നിങ്ങളും അങ്ങനെ തന്നെയാണ്. ഏത് നാട്ടിൽ നിന്ന് വന്നവരാകട്ടെ, നിങ്ങൾ ഈ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യത്തിൽ വന്നത് ദൈവം നൽകിയ പ്രേരണ കൊണ്ട്. ഒരാൾ അടിച്ചും കുത്തിയും കയറ് കെട്ടി വലിച്ചും പിടിച്ചു കെട്ടിയിട്ട് ഒന്നും കൊണ്ടൊന്നും ആരുമില്ല. എല്ലാ വാതിലും തുറന്നാ കിടക്കുന്ന. ഏത് സമയത്ത് നിന്ന് 11:10 പോണോ പോകാം, 12 മണിക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നണോ ഇപ്പോൾ വേണേ പോകാം. എന്താ പോകുന്നതെന്ന് ആര് ചോദിക്കത്തില്ല. നിങ്ങൾ ഇഷ്ടത്തോടെ ഇരിക്കുന്നതാ ഈ നിലത്തും ഈ കസേരയിൽ കൂടെ. പള്ളിക്കകത്ത് വന്നപ്പോൾ എന്നാ കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, സകല ജനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. പ്രതീക്ഷയോടെ വന്നവൻ ദൈവം ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ കാണും. ദൈവം ഒരുക്കിയ വീടിന് വേണ്ടി ദൈവം ഒരുക്കിയ നന്മകളെ അവൻ കാണും. ശിമയോൻ പള്ളിക്കകത്ത് വന്നത് ആരെങ്കിലും 2 അടി എടുത്ത് കൊടുത്ത് ശിമയോനെ വേഗം പള്ളിപ്പോ എന്ന് പറഞ്ഞിട്ട് വന്നതല്ല. ദൈവത്തിന്റെ പ്രേരണയിൽ വന്ന ശിമയോൻ ഇങ്ങനെയവർ, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ഇങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവം നിനക്ക്